ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ യാത്ര ദമാം വിസ്പർ വോക്കിലോട്ടാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാനും മറക്കല്ലേ. ഫസ്റ്റ് നമുക്ക് ക്യാച്ച് ആവുന്ന ഒരു ഐറ്റാണ് ഈ വലിയ രണ്ട് ടേബിൾ ലാമ്പിന്റെ ലൈറ്റ്സ്. പിന്നെ ഇതിന്റെ നേരെ ഫ്രണ്ടിലാണ് ബീച്ച് വരുന്നത്. ബീച്ച് എനിക്ക് തോന്നുന്നു കോർണിഷ് ബീച്ചാണെന്ന് തോന്നുന്നു. ഇതിന്റെ നേരെ ഫ്രണ്ടിലാണ്. പിന്നെ കുറെ ആൾക്കാർ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വീഡിയോ ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ട് ഒരു 3 മാസത്തിന് മേലായി. ജാനുവരി ആദ്യ ടൈമിലൊക്കെ എടുത്തൊരു വീഡിയോ ആണ്. ആ സമയം ഇവിടെ നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് നമ്മൾ. ജസ്റ്റ് ഒന്ന് നടന്ന ബീച്ചൊക്കെ കണ്ടിട്ട് ഒന്ന് റിലാക്സ് ആയി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ടിലൊരു ഫുഡ് കാർട്ട് ഉണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് കോഫി കുടിക്കാൻ ദൂരെയെന്ന് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നേ. പക്ഷേ അടുത്ത് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, അത് ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഫുഡ് കാർട്ട് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് കോഫി കുടിക്കാമേ. അങ്ങനെ നമ്മളിതാ ആ ഒരു ചെറിയൊരു ഫുഡ് കാർട്ടിലെത്തി, ആ ഒരു കഫേ കാർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ മെനുവിൽ ഒത്തിരി ഐറ്റംസ് കാണിക്കുന്നുണ്ട്. പക്ഷേ കറൻ്റ്ലി അവിടെ കോഫി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 2 കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തണുപ്പ് അങ്ങ് കൂടി കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ തണുപ്പ് കൂടും. ഞങ്ങൾക്ക് 2 പേർക്കും തണുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ആയുർബേബിക്ക് മാത്രം ഒരു തണുപ്പും ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ചു നേരം വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കോഫി വന്നേ. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. ആയുർബേബി ബിസ്ക്കറ്റ് എന്തോ തിന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചിറങ്ങി. നമ്മുടെ ആയുർബേബിയുടെ കണ്ണ് അവിടുത്തെ സ്നോമാനിലായിരുന്നു കേട്ടോ. വന്നപ്പോൾ തൊട്ട് ആ സ്നോമാനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് നേരം അതിൻ്റെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്ത് പിന്നെ അതിനെ വീട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാം എന്നൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫൗണ്ടൻ്റെ അടുത്തേക്ക് വന്നു. കുറച്ച് സമയം ഫൗണ്ടനൊക്കെ കണ്ട് ആയുർബേബി വെള്ളത്തിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.